എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ PDF ഫയലുകളൊക്കെ ഒരു അടിപൊളി PDF എഡിറ്റർ ടൂൾസ്. അത് നമുക്ക് ഒരുപാട് സെറ്റിങ്സ് അതിൽ ടൂൾസുകൾ പല വിധത്തിൽ നമുക്ക് നമ്മളെ JPG ഫയലുകൾ PDF ആക്കാം, PDF ഫയൽ JPG ആക്കാം. ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി എഡിറ്റർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് ആണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടൂൾസ് ഏതാണെന്ന് നോക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾ അതിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അത് ഓപ്പൺ ആവാൻ ജസ്റ്റ് ഒന്ന് ടൈം എടുക്കും. അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ അലോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് ഫയൽ ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഫയൽസിലുണ്ടാവും ഇങ്ങനെ കുറേ സംഭവങ്ങൾ വരും. അതിൽ ടൂൾസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നോക്കിയിട്ട് ചെയ്യാവുന്ന സംഭവങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ PDF ടു വേർഡ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ട്. PDF ടു JPG, PDF ഫയൽ JPG ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫയൽ എടുത്തിട്ട് നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ കൂടുതലായിട്ട് ഇത് വലിച്ചു നീട്ടി പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാവും. ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ ഉണ്ട്. സ്കാനർ ഉണ്ട്, നമുക്ക് ആവശ്യാനുസരണം സ്കാൻ ചെയ്യുക സംഭവങ്ങൾ, സെറ്റിങ്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ PDF ടു Excel ഫയലാണെങ്കിൽ ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഇതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റൊട്ടേറ്റ് PDF ഉണ്ട്, പ്രൊട്ടക്റ്റ് PDF, ഓരോരോ സംഭവങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. എല്ലാ സംഭവങ്ങളും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൂൾസാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതായത് PDF എഡിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഫയലിലെടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇഷ്ടാനുസരണം നമ്മൾ സെലക്ട് ചെയ്യുക, സോർട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. അതായത് ഓരോരോ ഡൗൺലോഡ്സിൽ നമ്മളെ ഇതുണ്ടാവും, ഇതിൽ ഫയലുകളുണ്ടാവും. ഇതിൽ നമുക്ക് നോക്കിയിട്ട് ഓരോരോ ഫയൽ എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.